ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് എക്സാം ഏതൊക്കെ ടൈമിലാണ്, ഏതൊക്കെ മന്തിലാണ് വരുന്നതെന്ന് കുറേ സ്റ്റുഡൻസിന് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സാമിൻ്റെ ടൈം ടേബിളാണ്. ഓൾറെഡി നമ്മൾ എക്സാം എല്ലാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, കണ്ടക്ട് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും അത്രയും സിമ്പിളായിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം, കൂടെ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി എക്സാം കണ്ടക്ട് ചെയ്ത് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് എക്സാം വരുന്നത് ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലാണ് നമുക്ക് എക്സാം വരിക. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഉള്ള ടൈം ടേബിൾ, എക്സാമിൻ്റെ ടൈം ടേബിളിൻ്റെ ലിസ്റ്റാണിത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ 4 വർഷത്തെ 4 ഇയറിലെ BA, BCom, BBA BCom BBA ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ, 2024 നിങ്ങൾ അഡ്മിഷൻ എടുത്തത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്ക് വരുന്നത് നമുക്ക് ഏപ്രിൽ മാസത്തിലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ BAയുടെ നമുക്ക് വരുന്നത് 6/4/2025 എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് 10/5/2025 നമ്മൾ എക്സാം കഴിയുക. അതായത് ഫസ്റ്റ് സെമസ്റ്റർ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെമസ്റ്റർ അങ്ങനെയാണ് നമുക്ക് തീരുക. ഓക്കെ, അതുപോലെ തന്നെയാണ് BBA, BComഉം നമുക്ക് സെയിം ഡേറ്റിന് തന്നെയാണ്. BA, BCom, BBA ഒക്കെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ വരുന്നത് 6/4/2025 സ്റ്റാർട്ട് ചെയ്തിട്ട് 10/5/2025 നമ്മൾ എൻഡ് ചെയ്യുക. അപ്പോൾ സെയിം ഡേറ്റ് തന്നെയാണ് BA, BCom, BBAക്ക് വരുന്നത് ഫസ്റ്റ് സെമസ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പറേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. കോമൺ ആയിട്ട് വരുന്നത് 4 പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് 3 ഇയർ ആണ്. BA, BSc, BCA. ഓക്കെ, 2024 നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം, 2024 നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ നമുക്ക് വരുന്നത് ഈ ഏപ്രിൽ മെയ് ആ ഏരിയയിലൊക്കെ ആ മന്തിലൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ BA, BCom 2024 തേർഡ് സെമസ്റ്റർ ആണ് വരുന്നത് കേട്ടോ. 2024 ജൂലൈയിൽ നമുക്ക് തേർഡ് സെമസ്റ്റർ വരും. പിന്നെ BCA എന്ന് പറയുന്നത് 2024 ജൂലൈയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ ആയിരിക്കും വരിക. ഓക്കെ, പിന്നെ MA 2023 ജാനുവരിയിലാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് സെമസ്റ്റർ ആയിരിക്കും വരുന്നത്. പിന്നെ BA 2023 നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി, അതായത് സപ്ലിയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉള്ളവർക്കൊക്കെ നമുക്ക് ആ ടൈമിലാണ് വരിക. അപ്പോൾ BA 2023 ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒക്കെ നമുക്ക് 2025 വരിക. ഓക്കെ, അപ്പോൾ BA ഇനി 2022 നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ ഫസ്റ്റ് സെം സപ്ലിമെൻ്ററി, അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എക്സാം ഉള്ളവർക്ക് നിങ്ങൾക്ക് ഈ ടൈമിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരിക. ഓക്കെ, പിന്നെ MAയുടെ നമുക്ക് 2022 നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ തേർഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമും ഈ ടൈമിലായിരിക്കും വരിക. ഓക്കെ, 2025 വരിക. ഓക്കെ, ഇത് ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഏകദേശം ഒരു
നമുക്ക് എക്സാം ടൈം ടേബിൾ ആണ് പുതിയ സ്റ്റുഡൻസിന്, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫോമാറ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്ത സ്റ്റുഡൻസിന് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സിലബസ് സിമ്പിളാണ്, അതേപോലെ എക്സാമും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.